കുടുംബ പൂജയ്ക്ക് പോണ്ടേ? പെട്ടെന്ന് റെഡിയാവും. എനിക്കൊന്നിനും ഒരു മനസ്സ് വരുന്നില്ല. അവിടെ ഒരാള് വന്ദന ചെല്ലുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരിക്കും. ദിയമോള് പെട്ടെന്ന് റെഡിയാവും. ജഗ, അപ്പച്ചി വന്നു, കണ്ടില്ലേ? ആണോ? ഞാൻ കണ്ടില്ല. അപ്പച്ചി വിളിക്കുന്നു നിന്നെ. നീ വാ, നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. വന്ദനെ, നീ വേറെ റെഡിയാവും. ജഗ, നിനക്ക് വേണ്ടി ഇറക്കിയതാ ഞാൻ അപ്പച്ചി. ചെന്ന് കേറിക്കൊടു. ഇന്നത്തോടെ നിന്റെ കൊമ്പൊടിയും. ഇതാണോ ജഗ നിന്റെ അച്ചിയുടെ മുറി? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വന്ന സമയത്ത് എനിക്ക് തന്നത് തെക്കേ അറ്റത്തെ മുറിയാ. അല്ലെങ്കിൽ ഈ മുറി ഞാനങ്ങെടുത്തേനെ. അല്ല, നിന്റെ അപ്പച്ചിയായ ഞാൻ ഇവിടെ വന്നാലും നീ ഇതുവരെ അറിഞ്ഞില്ലേ? അപ്പച്ചി വന്ന കാര്യം എല്ലാരും അറിഞ്ഞു കാണുമായിരിക്കും, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഭാര്യ അറിഞ്ഞില്ലേ? ഓ, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല, അവൾ അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. അതെന്താടി നീ പറയാത്തത്? അല്ല, ഞാൻ പറയാൻ പോവായിരുന്നു. ഞാനിവിടെ വന്നപ്പോ നിന്റെ താലികെട്ട് കഴിഞ്ഞു എന്നറിഞ്ഞു. അപ്പച്ചിയെ വിളിച്ചു വരുത്തിയ ആള് പറഞ്ഞില്ലായിരുന്നു അത്? വിളിച്ചു വരുത്തിയെന്നോ? എന്താ ജഗ ഈ പറയുന്നേ? ഞാൻ അപ്പച്ചിയെ വിളിച്ചു വരുത്തിയൊന്നുമില്ല. അതിന് വിദ്യയിടത്തെയാണ് വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ശരിയാണല്ലോ, ആവശ്യമില്ലാതെ അതിൽ കയറി പിടിക്കണ്ടായിരുന്നു. അപ്പോ വിദ്യയിടത്തെയാണോ വിളിച്ചു വരുത്തിയത്? അയ്യോ അല്ല. വന്ദനെ, നീ പോയി റെഡിയാവും. ചെല്ല്. താലികെട്ടിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് നാട്ടു നടപ്പ്. 4 ആളെ കൂട്ടിയും പൊരുത്തം നോക്കിയും നാളും മുഹൂർത്തവും കുറിച്ചിട്ട് വേണം താലികെട്ട് നടത്താൻ. ഇതിലേതെങ്കിലും നിന്റെ താലികെട്ടിന് പാലിച്ചോ നീ? ജാതകദോഷമുള്ള ഒരുത്തിയെ എന്ത് ധൈര്യത്തിലാണ് നീ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവളെ താലി കെട്ടാൻ വന്നവൻ പകുതി വഴിക്ക് വെച്ച് കുടുംബത്തോടെ ചത്തുമലച്ചത് നീ അറിഞ്ഞതല്ലേ? ജാതകം ഒരു ശാസ്ത്രമാ. അത് ചേർന്നാലേ മംഗല്യം പാടുള്ളൂ. മരണയോഗമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. നീ വന്ദനെ ഡിവോഴ്സ് ചെയ്യണം. മാനത്തെ കൊട്ടാരം